സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, കാസർഗോഡെയും പിന്നെ മലപ്പുറത്തെ ജയിച്ചു വന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ജയിച്ചു വന്ന ആളുകളുടെ പേര് പരസ്യം. അപ്പോൾ അതിന് ഇന്നലെ യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് അതിന്റെ പേര് അതിന് മറുപടിയും പറഞ്ഞിട്ടുണ്ട്. ആ ലിസ്റ്റ് അനുസരിച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും എന്തുകൊണ്ടാണ് പത്തനംതിട്ടയും കോട്ടയം ഇടുക്കിയും ജില്ലയിൽ ജയിച്ചു വന്നവർ പറയാം വേണ്ട? കൂടുതൽ എന്തിനു പോകുന്നു? സജി ചെറിയാന്റെ മണ്ഡലത്തിൽ ജയിച്ചു ഏതെങ്കിലും ഒരു മുസ്ലിം അവിടെ ജയിച്ചിട്ടുണ്ട്? അപ്പൊ അതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ പ്രശ്നം വിഷയം അതൊന്നും അല്ല. ജനങ്ങളെ നന്നാക്കുക, സമുദായത്തിലെ പാവപ്പെട്ട ഉയർത്തുക എന്നുള്ളതല്ല. അവൻ്റെതായ കസേര ഉറപ്പിക്കുക എന്നുള്ളതാണ്. അത് കേരളത്തിലുള്ള എല്ലാ ജനങ്ങളും മനസ്സിലാക്കി. നമ്മൾ മനുഷ്യരാണ്. നമ്മൾ ഏത് സമുദായമാക്കിക്കൊണ്ട് പോട്ടെ. അതിനെന്ത് ഇവിടെ പ്രശ്നം? എന്ത്? മുസ്ലിം ഹിന്ദുവിനെതിരല്ല, ഹിന്ദു മുസ്ലിമിനെതിരല്ല. സാധാരണ മുസ്ലിമും സാധാരണ ഹിന്ദുവിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതായത് വർഗീയവാദികൾക്ക് അവരവരുടേതായ ലക്ഷ്യങ്ങൾ കാണും, എന്തെങ്കിലും ഒരു ലക്ഷ്യം കാണും. അപ്പോ സാധാരണ ക്രിസ്ത്യാനിയും സാധാരണ മുസ്ലിമും സാധാരണ ഹിന്ദുവും ആർക്കും ആരോടും എതിർപ്പില്ലാത്തവരാണ്. അവരവരുടെ കാര്യങ്ങൾക്ക് ജീവിക്കുന്നു, അവരവരുടെ പിന്നെ ജോലി ചെയ്ത് അവരുടെ കുടുംബം പുലർത്തുന്നു. നേടേണ്ടതെന്ന് പറയുന്നത് പാവപ്പെട്ടവന്, അത് ഹിന്ദു ആവട്ടെ, ക്രിസ്ത്യാനി ആവട്ടെ, മുസ്ലിം ആവട്ടെ, അവരെ ഉയർത്തിക്കൊണ്ടുവരുക സമൂഹത്തിലേക്ക്. അതിനുവേണ്ടി നമ്മൾ പണിയെടുക്കും. ഒന്നിച്ച് പണിയെടുത്തൂടെ? ഒന്നിച്ച് സൗഹാർദ്ദപരമായിട്ട് നിങ്ങളെന്ത് ഞങ്ങൾക്ക് അവകാശപ്പെട്ട നിങ്ങളെന്ത് അർഹത അല്ലാത്ത രീതിയിൽ നിങ്ങൾ കൈയടക്കി വെച്ചിരിക്കുക എന്നു ചോദിക്കാമല്ലോ. അതുപോലെ ഗവൺമെന്റിന് വേണമെങ്കിലും പത്രക്കുറിപ്പ് ഇറക്കാമല്ലോ. എന്തുകൊണ്ട് ഇറക്കുന്നില്ല? അങ്ങനെ പിന്നെ ഏതെങ്കിലും അവിഹിത മാർഗത്തിലൂടെ ഏതെങ്കിലും സമുദായം അർഹതപ്പെട്ട അല്ലാത്ത എന്തെങ്കിലും സ്ഥാനമാനങ്ങളോ എന്തെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ അത് പറയാൻ ഗവൺമെന്റിന് കഴിയാം. കണക്ക് നിരത്തി പറയണം, ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, അത് തിരിച്ചു കൊടുക്കണം എന്ന് പറയാമല്ലോ. അപ്പൊ അതിനൊന്നും ശ്രമിക്കാതെ കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കാൻ ശ്രമിക്കുന്ന ഇങ്ങനെയുള്ള ഭരണകർത്താക്കളെ നമ്മൾ ഒറ്റപ്പെടുത്തണം. നമ്മളെ നാട്ടിൽ സ്വൈര ജീവിതം ഉണ്ടാവണം. ജനങ്ങൾ സമാധാനത്തോടു കൂടി ജീവിക്കട്ടെ, ജനങ്ങൾ സന്തോഷത്തോടു കൂടി സൗഹാർദ്ദപരമായി സഹകരിച്ച് ജീവിക്കട്ടെ. അതിൽ ആർക്ക് എന്താ കുഴപ്പം? അത് ഈ സമുദായ നേതാക്കന്മാരുടെ വ്യക്തി താല്പര്യങ്ങളാണ്. അപ്പൊ അവരെ നമ്മൾ ഒറ്റപ്പെടുത്തുന്ന അങ്ങനെയുള്ളവരെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും അവർ ഒന്നിച്ചിരുന്ന് ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് സംസാരിക്കട്ടെ. വലിയ വലിയ പണമുള്ള വലിയ കോടീശ്വരന്മാരുടെ കല്യാണങ്ങൾക്ക് യുവമാരെല്ലാം ഒന്നിച്ചു വരുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? പരസ്പരം ചർച്ച നടത്തുന്നത് കേട്ടിട്ടില്ലേ? അപ്പൊ സാധാരണക്കാരന എങ്ങനെയും മുൾമുലയിൽ നിർത്തുക, അവരെ ശത്രുക്കളാക്കുക, അവര് വലിയ ആളുകളായിട്ട് നല്ല ഡ്രസ്സൊക്കെ ധരിച്ച് നല്ല ആഹാരവും കഴിച്ച് അവര് വിലസി നടക്കുക. ഇതിന് ഇവിടെയുള്ള സാധാരണക്കാരൻ മനസ്സിലാക്കണം. കേരളത്തിലുള്ള ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഇത് മനസ്സിലാക്കണം, ദളിതനും മനസ്സിലാക്കണം. ദളിതനെ ഞാൻ എപ്പോഴും എടുത്തു പറയുന്നത് ദളിതനായി തന്നെയാണ് ഇപ്പോഴും ജീവിക്കുന്നത്. അവരെ ഉയർത്തിക്കൊണ്ടുവരുന്നില്ല ആരും. അപ്പൊ അവരെ ഉയർത്തിക്കൊണ്ടുവരണം. അപ്പോ